ശ്രീ വി എസ് സുനിൽകുമാർ, ശ്രീ പി കെ ഫിറോസ് അടങ്കിൽ, ബി എൻ ഹസ്കർ, ശ്രീ ശ്രീജിത് പണിക്കർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ വി എസ് സുനിൽകുമാറിലേക്ക് പോവുകയാണ്. ശ്രീ വി എസ് സുനിൽകുമാർ, മുഖ്യമന്ത്രി കേരളത്തോട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഗുരുതരമാണത്, അത്രത്തോളം ഗൗരവമേറിയതാണ്, അത് അന്വേഷിക്കും, ഒറ്റയാഴ്ച കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് വരും, DGP കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവത്തിൽ മുഖ്യമന്ത്രി മുഖവിലക്കെടുത്തു എന്ന് നമുക്ക് തോന്നിയ വാർത്താ സമ്മേളനം. കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 21-ന്, ഇന്ന് മാസം 5 ആവുകയാണ്. ശ്രീ വി എസ് സുനിൽകുമാർ, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് ഈ 5 മാസങ്ങളിൽ റിപ്പോർട്ട് ഉണ്ടായില്ല എന്ന് പറയുന്നത് ആ വസ്തുതയെ താങ്കൾ കാണുന്നത് എങ്ങനെയാണ്? അത് വളരെ സീരിയസ് ആയിട്ട് വിഷയമാണ്. കാരണം തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾ അലങ്കോലപ്പെട്ട വിഷയം വളരെ വലിയ വിവാദമായതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചത്. അത് എൻ്റെ ഓർമ്മ ഏപ്രിൽ മാസം 23-ാം തീയതിയാണ്. DGPയുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുമെന്ന് അദ്ദേഹം പത്രമാധ്യമങ്ങളിലൂടെ പറയും, പോലീസ് കമ്മീഷണർക്കെതിരായി നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രഖ്യാപനം നടക്കുകയും അതിനുശേഷം തിരുവമ്പാടി, പാറമേക്കാവ്, അതുപോലെ കൊച്ചിൻ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അതിൻ്റെ അധികാരികളെ പോലീസ് തന്നെ വിളിപ്പിച്ച് മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് വരെ നമുക്കെല്ലാവർക്കും അറിയാം. അത് നിങ്ങൾക്ക് മീഡിയസിന് അറിയാം, എനിക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തു വരാതിരുന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് ഞാൻ നൽകുകയുണ്ടായി. അതിന് മറുപടി ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നാണ് ഒരു പത്രമാധ്യമം നൽകിയിട്ടുള്ള വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷയിന്മേൽ ഇങ്ങനെ ഒരു അന്വേഷണം തന്നെ നടന്നിട്ടില്ല എന്ന് പോലീസ് മേധാവിയുടെ ഓഫീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ഖേദകരമായൊരു കാര്യമാണെന്ന് മാത്രമല്ല, അത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം, അന്വേഷണം നടന്നിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഇരിക്കെ ഗവൺമെൻറ്റിൻ്റെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു മറുപടി സുനിൽകുമാർ, ഇത് പോലീസ് ആസ്ഥാനം പറയുന്നതാണ്, പറയേണ്ടത് സർക്കാർ തന്നെയാണ്. ശ്രീ സുനിൽകുമാർ, ഇത് പോലീസ് ആസ്ഥാനം പറയലാണ് അങ്ങനെ ഒരു അന്വേഷണത്തെ പറ്റി ഞങ്ങൾക്ക് അറിവില്ല. തൃശ്ശൂർ പോലീസ് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു അന്വേഷണം അവിടെ നടന്നിട്ടില്ല. അപ്പോൾ അന്വേഷണം നടന്നിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇത്രത്തോളം ഗുരുതരാരോപണം ഉണ്ടായി. തെരഞ്ഞെടുപ്പ് ദിവസവും ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ വിജയത്തിന് ശേഷവും വളരെ സജീവമായി ആ ചർച്ചകൾ അന്തരീക്ഷത്തിൽ നിന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇത് PV എന്നോട് പിന്നെയും പറയുമ്പോഴാണല്ലോ സാർ ഇത് പിന്നെയും പൊങ്ങി വരുന്നത്. താങ്കൾ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ താങ്കൾ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഇത് കോടതിയിലുണ്ട് എന്ന പ്രതീക്ഷ താങ്കൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചോ ഇക്കൂട്ടം, ശ്രീ സുനിൽകുമാർ? അല്ല, എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി ജനങ്ങളെ വിഡ്ഢികളാക്കാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു മറുപടി കൊടുക്കുന്നത് നമ്മളെ ഇത് ആളുകളെ വിഡ്ഢികളാക്കുന്ന പോലൊരു പരിപാടിയാണ്. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് ഭാഗത്തു നിന്നും അതിന് തക്കതായ രീതിയിലുള്ള പരിഹാരം ഉണ്ടാക്കിയേ പറ്റും. കാരണം നമ്മളെല്ലാം ജനങ്ങളും ഗവൺമെൻറ്റിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. തൃശ്ശൂർ പൂരത്തിനുണ്ടായിട്ടുള്ള ഈ ഒരു ഗുരുതരമായ സാഹചര്യം അന്നത്തെ ഇപ്പോൾ പോലീസിന് വേണമെങ്കിൽ അന്നുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ സംബന്ധിച്ച് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാം. പല രീതിയിലുള്ള പരിശോധന നടത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാണ്. ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഉണ്ടായിട്ടുണ്ട്. എന്താണ്, ദേവസ്വം ബോർഡുകളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മൊഴിയെടുത്തിട്ടുണ്ട്, കാരണം തെളിവ് ശേഖരിച്ചിട്ടുണ്ട്. അത് ചില ഉയർന്ന പോലീസ് ഓഫീസർമാർ വന്ന് IG ഓഫീസിൽ വിളിച്ചു വരുത്തിയിട്ടോ അല്ലെങ്കിൽ അവരെ ഓഫീസിൽ പോയിട്ടോ ഒക്കെ ഇതിന് തെളിവെടുപ്പ് നടത്തിയിട്ട്. അപ്പോൾ തെളിവെടുപ്പ് എന്തിനു വേണ്ടി നടത്തിയതാണ്? ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്? അപ്പം ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വരണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, നാട്ടിലെ ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ഷെ ഇപ്പോൾ ഈ റിപ്പോർട്ട് ചില ആളുകൾക്ക് പുറത്തു വരണം താല്പര്യമില്ല. എന്താ കാരണം? ഇപ്പോൾ കഴിഞ്ഞ ഈ പൂരത്തുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഏറ്റവും വലിയ ആക്രമണം നടത്തിയിട്ടുള്ള ഒരു കൂട്ടർ NDA സ്ഥാനാർത്ഥിയും അന്നത്തെ BJP നേതൃത്വമൊക്കെ പോലീസിനെയും അതുവഴി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ഒക്കെ കടന്നാക്രമിക്കുകയുണ്ടായി. അന്ന് പറഞ്ഞ കാര്യം എന്തായിരുന്നു? പൂരത്തിൻ്റെ വിശ്വാസികളുടെ പൂരത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അലങ്കോലപ്പെടുത്തുന്നത് ഇടതുപക്ഷക്കാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ് അല്ലേ? അങ്ങനെ പറഞ്ഞല്ലോ, പ്രചരിപ്പിച്ചല്ലോ. അത് വിശ്വസിച്ച ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ. എന്നാൽ ആ പൂരവുമായി ബന്ധപ്പെട്ട് പൂരത്തിൻ്റെ ഈ പ്രതിസന്ധിയിലേക്ക് എത്തിച്ച ആളെന്ന് ഇവിടുത്തെ എല്ലാ ദേവസ്വങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലീസ് കമ്മീഷണറെ മാറ്റേണ്ടതില്ല എന്ന് പറഞ്ഞത് ആരായിരുന്നു? NDA സ്ഥാനാർത്ഥി ജയിച്ചു വന്ന ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? ഇദ്ദേഹത്തെ മാറ്റേണ്ടെന്നല്ലേ പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്? എന്തിനാണ്? പോലീസ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നല്ലോ. ആ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആൾ ഈ പോലീസ് കമ്മീഷണർക്കെതിരെയും അദ്ദേഹം നിലപാട് സ്വീകരിച്ചതാണല്ലോ.
അപ്പോൾ പോലീസിനോട് ഹൈക്കോടതി റിപ്പോർട്ട് ചോദിച്ചിരുന്നു. ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഈ കേസ് കൊടുത്ത ആൾക്കാർക്കും ബാധ്യതയുണ്ടല്ലോ. അവരാരും ഇപ്പോൾ രക്ഷണം മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ ഈ പൂരം കലക്കിയാൽ വോട്ട് കിട്ടും എന്ന് വിചാരിക്കുന്ന ആരാണ്? ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയല്ല. ഇനി പൂരം കലക്കിയാൽ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചാലും വോട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ പൂരം കലക്കിയാൽ വോട്ട് കിട്ടി ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ BJP. അല്ല ശ്രീ സുനിൽകുമാർ, ഇപ്പോൾ താങ്കൾ പൂരം കലക്കുന്നതിനെ പറ്റി ആലോചിക്കില്ല എന്ന് താങ്കളെ വ്യക്തിപരമായി അറിയാവുന്ന എനിക്കറിയാം. കാര്യം താങ്കൾ അതിൻ്റെ എത്രയോ വർഷങ്ങളായി അതിൻ്റെ സംഘടന നിൽക്കുന്ന ആളാണ്. തൃശ്ശൂർക്കാരൻ എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ എല്ലാ തൃശ്ശൂർക്കാരെയും പോലെ താങ്കളുടെ സിരകളിൽ പൂരാവേശം അലിഞ്ഞു ചേർന്നിട്ടുള്ള അതിനെ ഏതെങ്കിലും രാഷ്ട്രീയമായോ തെരഞ്ഞെടുപ്പുമായോ ബന്ധിപ്പിക്കാതെ അതിൻ്റെ വിശുദ്ധിയിൽ കാണുന്ന ആളാണെന്ന് എനിക്കറിയാം. മാത്രമല്ല ഈ പറയപ്പെടുന്ന ദിവസം മൂലസ്ഥാനത്ത് താങ്കൾ ഒരു മുണ്ടും മടക്കി കുത്തി സഖാക്കൾക്കൊപ്പം അങ്ങോട്ടേക്ക് പോയതും അവിടെ പ്രശ്നപരിഹാരം നടത്തിയ ശ്രമങ്ങളും അതിലൊരു ഭാഗം അങ്ങോട്ടേക്ക് വരാൻ കൂട്ടാക്കാതിരുന്ന കാര്യം നമുക്ക് നേരിട്ടറിയാവുന്ന ആൾ കൂടിയാണ്. ശ്രീ VS സുനിൽകുമാർ, താങ്കളടക്കം പൂരം കലക്കികളാണ് എന്നുള്ള ആരോപണം ഉയർന്ന രാഷ്ട്രീയ ദിവസങ്ങൾ കൂടി ഉണ്ടായി. സുനിൽകുമാർ, അന്ന് അവിടുത്തെ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് ലോക്സഭ ഇലക്ഷൻ നടക്കുകയായിരുന്നു. ആ ലോക്സഭ ഇലക്ഷനിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ കാലഘട്ടത്തിൽ ആ പൂരത്തോടൊപ്പം നിന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു ഞാൻ. പക്ഷേ സ്ഥാനാർത്ഥിയായിപ്പോയി എന്ന പേരിൽ ആ പൂരം അലങ്കോലപ്പെടുത്തുന്നതിൽ സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും എല്ലാം പൂരത്തെ കലക്കുന്നവരായി ചിത്രീകരിക്കപ്പെടുകയുണ്ടായി. മാത്രമല്ല ചില ആളുകൾ പൂരത്തിൻ്റെ സംരക്ഷകരായി രംഗത്ത് വന്നു. NDA സ്ഥാനാർത്ഥി പൂരത്തിൻ്റെ സംരക്ഷകനായിട്ടുള്ള ആളായിട്ട് ചിത്രീകരിക്കപ്പെടുകയും അതിൻ്റെ പേരിലൊരു ഇവിടെ ഒരു വലിയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയൊക്കെ ഉണ്ടായിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പോൾ തൃശ്ശൂർ പൂരം പോലെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഒരു ഉത്സവം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അട്ടിമറിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാൽ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് ഞാൻ തോറ്റു എന്നതിനേക്കാൾ ഉപരിയായി, അല്ലെങ്കിൽ അതിൽ ഇരയാക്കപ്പെട്ട ഒരു വ്യക്തി എന്നതിനേക്കാൾ ഉപരിയായി എനിക്ക് ഇവിടുത്തെ തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ ആ പൂരത്തിൻ്റെ നടത്തിപ്പിൽ ഇനി ഭാവിയിൽ പൂരം അത്തരത്തിലാകാൻ പാടില്ല എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇത് അറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏത് തരത്തിലുള്ള പോരാട്ടത്തിനും ഞാൻ തയ്യാറാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഈ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഇതിൽ മറുപടി പറയണം. ഇപ്പോൾ വിവരാവകാശം വെച്ചൊരു മാധ്യമ പ്രവർത്തനം നൽകിയിട്ടുള്ള ഒരു അപേക്ഷയിന്മേൽ വന്നിട്ടുള്ള മറുപടിയാണ്. ഞാൻ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനിപ്പോൾ വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ആ വിവരം വരുമോയെന്ന് ഞാൻ കാത്തിരിക്കുക.